നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സമനില കിട്ടിയാൽ പോലും വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കാമായിരുന്നു പോർച്ചുഗൽ. പക്ഷേ അയർലൻഡിനോട് പൊട്ടി. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പൊട്ടുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡും കിട്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോ എതിർത്താരത്തെ എൽബോ ചെയ്ത് വീഴ്ത്തി. റഫറി അതിന് റെഡ് കാർഡ് കൊടുത്തു. വലിയ രൂപത്തിൽ കൂവിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ അയർലൻഡിലെ ആരാധകർ പറഞ്ഞു വിട്ടത്. CR7 അവർക്ക് നേരെ ഇങ്ങനെ ഇരു കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ടുള്ള ആക്ഷനൊക്കെ കാണിച്ച് അവരെ മോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നിരാശനായിട്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമായിരിക്കും ഇത്. ഇനിയിപ്പോൾ അടുത്തൊരു വേൾഡ് കപ്പിന് അദ്ദേഹം യോഗ്യതാ റൗണ്ട് കളിക്കാൻ ഇറങ്ങുമെന്ന് ആരും കരുതുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഈ വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പാണ് എന്ന്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനോയുടെ അവസാന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമായിരുന്നു ഇത്. അതിൽ നിരാശജനകമായിട്ടുള്ളൊരു മടക്കമാണ് സംഭവിച്ചിരിക്കുന്നത്. കളിയിൽ പാരറ്റിൻ്റെ ഇരട്ട ഗോളിലാണ് അയർലൻഡ് വിജയിച്ചു കയറുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 61ാമത്തെ മിനിറ്റിലാണ് റെഡ് കാർഡ് കിട്ടുന്നത്. അതിനെ തുടർന്ന് പിന്നീട് ബാക്കി സമയം 10 പേരായിട്ട് കളിക്കേണ്ടി വന്നു പോർച്ചുഗലിന്. ഏതായാലും അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ജാവോ ഫെലിക്സും ക്രിസ്ത്യാനോ റൊണാൾഡോയും ബെർണാഡോ സിൽവയും ഒക്കെയാണ് ഒരുമിച്ചിറങ്ങിയിരുന്നത്. എന്നാൽ കളിയിൽ അയർലൻഡ് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, പിന്നെ അതിനെ തുടർന്ന് ലഭിക്കുന്ന അവസരങ്ങൾ മുതലെടുക്കുക, സെറ്റ് പീസുകൾ മുതലാക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് തന്നെ 17ാമത്തെ മിനിറ്റിൽ തന്നെ ലഭിക്കുകയും ചെയ്തു. 17ാമത്തെ മിനിറ്റിൽ അവരുടെ ആദ്യ ഗോൾ പിറന്നു. അവർക്ക് വേണ്ടി ട്രോയ് പാരറ്റ് പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് മത്സരത്തിൻ്റെ 45ാമത്തെ മിനിറ്റിൽ അദ്ദേഹം 2ാമത്തെ ഗോളും കണ്ടെത്തി. 2ാം പകുതിയിൽ ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ പോർച്ചുഗൽ നിരന്തരം തുടരുന്നുണ്ടായിരുന്നു. അതിനിടക്കാണ് പെനാൽറ്റി ബോക്സിൽ വെച്ച് ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ എൽബോ ചെയ്ത് എതിർത്താരത്തെ വീഴ്ത്തുന്നു. ഒടുവിൽ റഫറി അതിന് റെഡ് കാർഡ് കൊടുത്തു പറഞ്ഞു വിട്ടു. ഏതായാലും പിന്നീട് പോർച്ചുഗലിന് 10 പേരെ വെച്ച് തിരികെ വരിക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. മത്സരം 2-0 അയർലൻഡ് വിജയിച്ചു കയറി. ഇതോടുകൂടി 5 കളികളിൽ നിന്ന് 10 പോയിൻ്റാണ് ഇപ്പോൾ പോർച്ചുഗലിനുള്ളത്. ഹംഗറിക്ക് 5 കളിയിൽ നിന്ന് 8 പോയിൻ്റ്, അവർ 2ാമത്. അയർലൻഡ് 5 കളി 7 പോയിൻ്റ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. പോർച്ചുഗലിൻ്റെ അടുത്ത മത്സരത്തിൽ അവർക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വേൾഡ് കപ്പ് യോഗ്യത ഇപ്പോഴും ഉറപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ്. മത്സരം ഏതായാലും 16ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 7:30 വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.